ഏത് താഴെ കിടക്കുന്നവനെ ഉയർത്തി ആദരിക്കുന്ന മാർഗമാ സുവിശേഷം. ഇത് ദൈവം ഉയർത്തുന്നതാ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം ഒന്ന് ചോദിച്ച്, ഈ മൈക്ക് കൊടുത്ത അവരെല്ലാം മുമ്പേ പറഞ്ഞ പോലെ വന്ന് പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതാ പറയാനുള്ളത്. ഈ ബഹുമാനരായ പിതാക്കന്മാർക്കും അമ്മമാർക്കും ഈ സഹോദരി സഹോദരന്മാർക്കും ഈ മാന്യ കർത്തൃദാസന്മാരും എല്ലാം ഈ മൈക്ക് കൊടുത്താൽ അവൻ ഒരു വാചകം എല്ലാവരും പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അല്ല, എനിക്ക് അത് തന്നെ പറയാനുള്ള. ആ കുട്ടനാട്ടിലെ കാവാലത്ത് ആരോരും അറിയാതെ കിടന്ന എന്നെ ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പോഴാണ് ചിലരൊക്കെ എന്നെ അറിയും. അതെന്നെ ഈ സുവിശേഷം പറഞ്ഞത് കൊണ്ടാണ്. അല്ല, ഏത് കോമച്ചാരറിയാൻ ആരും ഇപ്പോൾ മിക്കവരും അറിയാം കേട്ടോ. ഈ റോഡിലൊക്കെ ചിലപ്പോൾ വന്ന് ഇറങ്ങി നിന്നാൽ ഉടനെ പലരും വന്ന് വണ്ടി നിർത്തി വെച്ച് ഇനി ആളല്ലയോ. അതെ, അതിനെ ഈ സുവിശേഷമാണ്. അല്ല, ഏത് പൂക്കണ്ണം തന്നെ അറിയാൻ സുവിശേഷമാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഒരിക്കൽ ഞങ്ങൾ വേറൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരിക. കൂടെ 2 ജയ്സനും ഒക്കെ ഉണ്ട്. ലഗേജ് അങ്ങ് കൂടി. ഇദ്ദേഹത്തിൻ്റെ ഹാർമോണിയത്തിനും ഒക്കെ നല്ല ഗാനമുണ്ട്. പിന്നെ വീട്ടിലോട്ട് വരുന്ന എലിയോ 2 മുട്ടായിയൊക്കെ മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ലഗേജ് കൂടി. അപ്പോൾ ഒരു പെട്ടിക്കകത്ത് വേണ്ട 13 കിലോ ആയിരുന്നു. 15 കിലോ 18 എന്തായാലും മാ തുറന്ന് പറ. പുള്ളി നല്ല സഹോദരനാണ്, വീണ്ടുകയല്ല. അപ്പം 18 കിലോ അല്ലയോ? 18. അപ്പോൾ എന്തോ, അപ്പം ആ വീട്ടുകാരൻ പറഞ്ഞു, പൊക്കോ, ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട്, അന്നേരം കൊണ്ടുപോകാം. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എടുത്തോ. ആരെങ്കിലും പരിചയക്കാർ വല്ലോ ലഗേജ് ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ അങ്ങ് കൊടുക്കാം. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇനി വീൽ ചെയറേല, എനിക്ക് കാലിന് വേദനയുണ്ട് തന്നെ, അല്ല ഭാഷ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇരുന്ന് കൊടുത്താൽ മതി, നിങ്ങൾ അതാ കൂടുതൽ. ഉള്ള കാര്യം ഭാഷ അറിയത്തില്ല. മതാമത്തുരുത്താന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. അപ്പോൾ അവർ ഓർക്കാനായിട്ട് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞു. ഞാനും അത് കണ്ടങ്ങ്, അല്ല ഇരിപ്പ് കണ്ടാലും ഒരു 80 തോന്നുവേ. തോന്നും. പിന്നെ അപ്പം അങ്ങോട്ട് ഉരുട്ടിക്കോട്ട് ചെന്നപ്പം അവിടെ ഇരിക്കുന്ന ആള് എഴുന്നേറ്റ് എന്തോ സ്ഥലം തന്നെ ഇരിക്കുന്ന സ്ഥലം. എന്തോ ഇതിൻ്റെയൊക്കെ അല്ലെന്ന് ഈ അവിടെ ഇരിക്കുന്ന പുള്ളിയുടെ പേര് ഇമിഗ്രേഷൻ. അത് തന്നെ, അതാ. എന്തോ വന്നു ലഗേജ് വിടുന്ന അവിടെ. പുള്ളി എഴുന്നേറ്റ് ചവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്നു വെച്ച് എന്നോട് പറഞ്ഞു, കാവാലം പാസ്റ്റല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അതെ. എന്നും കേട്ടേച്ചാ ഉറങ്ങുന്നേ, എന്നും കേട്ടേച്ചാ ഉറങ്ങും. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കും. പുള്ളി പറഞ്ഞു, ലഗേജൊക്കെ വിട്ടോ? ഞാൻ പറഞ്ഞു, കൂടുതൽ വല്ലതും ഉണ്ടോ? പുള്ളി ഇങ്ങോട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, സാറേ ഒരു 15 കിലോയുടെ ഉണ്ട്. ഒന്നും കുഴപ്പമില്ല, ഞാൻ കയറ്റി വിട്ടോളാം. ഇങ്ങോട്ട് അത് കയറ്റി വിട്ട് പുള്ളി ചോദിക്കുക, ഇനിയുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള വിദ്വാൻ പറഞ്ഞു, കുറച്ചുകൂടി എടുക്കേണ്ടതായിരുന്നു. എങ്ങനെയുണ്ട്? പണ്ടൊരാറ് പറഞ്ഞ പോലെ തൊള്ളി കൽപ്പന കൊടുത്താൽ തള്ളി കയറുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ. അല്ല, ഞാൻ മറ്റു രീതിയിൽ ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേക റിസ്കിൽ ചെയ്ത എന്നാ കാരണം? ഈ സുവിശേഷം എടുത്തത് കൊണ്ട്, ഇതെടുത്തത് കൊണ്ടാണ്. ഒരിക്കലൊരു രാജ്യത്ത് ചെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ ഒറ്റയ്ക്കേ ഉള്ളൂ യാത്ര. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഈ സഹോദരന്മാരൊക്കെ കൂടെ കാണും. ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട തോമസൂട്ടി പാസ്റ്റർക്കും അറിയാം. അപ്പോൾ അന്ന് ഒറ്റയ്ക്ക് വരിക, വലിയ ഒറ്റയ്ക്കൊക്കെ യാത്ര വലിയ ബുദ്ധിമുട്ട് തന്നെയല്ല. കർത്താവ് അങ്ങനെ പറഞ്ഞ ഈ 2 പേരെയാ പമ്മി ഒറ്റയ്ക്ക്. അങ്ങനെ ഇത് പമ്മി പോകുന്നതാണ്. അവിടെ നിന്ന് അല്ല, ഈ ഒരുവരെയൊക്കെ പിന്നെ ഒരു തമ്മിണ മറ്റവൻ എഴുന്നേൽപ്പിക്കുകയല്ലേ. ദൈവത്തിന് മഹത്വം. അപ്പം അന്ന് ഒറ്റയ്ക്ക് പോരുക, ആരുമില്ല. എന്നാലും ഇത് എല്ലാം വീൽ ചെയറാ. അതും ഇങ്ങനെ വന്നപ്പം അവിടെ ഒരു ഓഫീസർ പുള്ളി പറഞ്ഞു, ഇനിയാണ് അവിടെ ഇരിക്കും. അപ്പം ഞാനൊരു ദൈവമേ വെട്ടിനകത്തായോ, കുഴപ്പമായോ, എന്തുവാണെന്ന് എനിക്കും അറിയാൻ മേല. അവിടെ ഇരിക്കാൻ പറഞ്ഞു വെച്ച് പുള്ളി അങ്ങ് പോയി. ഏതോ കാര്യമെല്ലാം ചെയ്ത് വെച്ച് പുള്ളി കുറേ നേരം കഴിഞ്ഞ് വന്നു. വന്ന് പറഞ്ഞു. അപ്പം പുള്ളി വേറൊരാളെ എന്നെ തള്ളിക്കൊണ്ട് പോവുക. അതൊരു സായിപ്പാ. അപ്പോൾ പുള്ളി എന്ന് വെച്ചു, എല്ലാവരും പോയിട്ട് എന്നെ വിടുന്നില്ല. അതല്ലേ ഇതിലൊക്കെ വിചിത്രം. ഞാനോടത്ത് ദൈവമേ അവിടുന്ന് കയറിയും പോന്ന് കൊണ്ട് വിട്ടവർ അവരും പോയി. ഇത് പറയാനും അറിയാൻ മേല എന്തോ. പുള്ളി അവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും കയറി മുഴുവൻ ആൾക്കാരും പോയി. ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് വന്ന് വെച്ചു, കാര്യമെല്ലാം നോക്കിച്ച് വരാൻ പറഞ്ഞു. പാസ്റ്റർ വരാൻ പറഞ്ഞു. കൊണ്ടുപോയിച്ച് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതാണ്. 10-20 മണിക്കൂർ.
അപ്പോൾ പുള്ളി വന്നു വെച്ച് പറഞ്ഞു വാന്ന് പറഞ്ഞു വെച്ച് പുള്ളി ബിസിനസ് ക്ലാസ്സെ കൊണ്ട് കയറ്റി. ഇതിൽ പൊക്കോളാൻ അതിനാ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അത് പുള്ളിയുടെ റിസ്കില്. അതിനാ കാര്യം. ബിസിനസ് ക്ലാസ് ഒന്ന് എഴുതാനും വായിക്കാനും പോലും അറിയാൻ മേല. അവിടോട്ട് കയറിയപ്പം അയ്യോ ദുരിതൃ എന്തോ വേണമെന്ന് പിന്നെ കയ്യും കാലും ഒക്കെ കാണിച്ചേതാണ്ടല്ല ഒരു പരുവത്തിന്. പിന്നെ സ്തോത്രം. ഞാനും തോമസൂട്ടി പാസ്റ്റും കൂടെ ഡൂലോസ് ഡൂലോസല്ലേ നമ്മൾ കാണാൻ പോയി. ഞങ്ങൾ രണ്ടും ഇതുപോലൊക്കെ തന്നെ. സ്തോത്രം. അത് ഉള്ള പറയുന്നതിന് എന്നാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ഒരു അഭിഷേകം ഞങ്ങളുടെ മേലുണ്ട്. അപ്പോൾ ഞങ്ങൾ കപ്പലും കാണാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു പാസ്റ്റർ എങ്ങനെ കഴിഞ്ഞു വാന്ന് പറഞ്ഞ്. പുള്ളി ആരെയും കയറ്റുന്നുമില്ല, കാണാനും ഒക്കുന്നില്ല. പുള്ളി ചെന്ന് ആരോട് ഏതോ ഒരു മദാമയായിരുന്നു സാഹിബ് കണ്ട് ചുരുക്കി പറഞ്ഞാൽ അവർ നല്ല ജോറായിട്ട് ഞങ്ങളെയും കൊണ്ട് കപ്പൽ മുഴുവൻ കാണിച്ചെന്നുള്ളതാണ് എല്ലായിടത്തും. ഇതൊക്കെ എന്നാ കാര്യം? ഞാൻ മറ്റു രീതി ഈ സുവിശേഷം എടുത്തതാണ്, അല്ലാതെ കുടുംബശ്രേഷ്ഠതയൊന്നുമല്ല, മാതാപിതാക്കളുടെ മഹിമയൊന്നുമല്ല, ദേശത്തിന്റെ വൈശിഷ്ട്യമല്ല, കുടുംബത്തിന്റെ ശ്രേഷ്ഠത വിദ്യാനിപുണതയൊന്നുമല്ല. ഇതെടുത്തത് കൊണ്ടാ. ഈ സുവിശേഷം നീ അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ സ്വന്തം ദൈവം നിന്നെ ഉയർത്തും. അല്ല, ഞാൻ ആത്മീക വിഷയത്തിൽ വരാം. എന്നേക്കാൾ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, തിയോളജിയുടെ എല്ലാ വശവും പഠിച്ച് വേറെ പുസ്തകമൊക്കെ അയച്ച് കലക്കി കുടിച്ച് പഠിച്ച ധാരാളം ശ്രേഷ്ഠനാകുന്ന, ഉന്നത നിലവാരം പുലർത്തുന്ന ധാരാളം നല്ല കുടുംബത്തിൽ, എൻ്റെ ഭാഷയാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ലോകം ഗണിക്കുന്ന രീതിയിൽ ഉന്നത കുലജാതര്, ഉന്നത കുടുംബത്തിൽപ്പെട്ടവര്, വിദ്യാനിപുണന്മാര്, കാണാൻ സൗന്ദര്യമുള്ളവർ, കഴിവുള്ളവർ, അനേകം മിടുക്കന്മാർ, ശ്രേഷ്ഠന്മാരുമൊക്കെ ഇരിക്കുമ്പോൾ ഈ പോഷനാകുന്ന എന്നെ ഇവിടെ നിർത്തി 10 വാക്യം പറയുവാൻ ദൈവം ചെയ്തത്, അത് ദൈവം ഉയർത്തിയതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുക, ഇവരൊക്കെ നന്നായിട്ട് പാടുന്ന, അനിലൊക്കെ എന്ത് നന്നായിട്ട് പാടുന്നത്, ഉഞ്ഞുവാനച്ചാനും മോശമല്ല, പിന്നെ സാമച്ചാനും മോശമല്ല, എന്നാലും ഞാൻ പാടുമ്പോൾ അവർ കേട്ടിരിക്കുക. എനിക്കാണെങ്കിൽ സംഗീതത്തിൻ്റെ ABCD ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഈ ജെയ്സൺ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുക. നിർത്തേണ്ട സമയത്ത് പുള്ളി കണ്ണു കാണിക്കാതെ ഞങ്ങൾക്കറിയാം. സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് പുള്ളി അതൊരു സിഗ്നലുണ്ട്. അങ്ങനെയൊക്കെയാ ഞാൻ രക്ഷപ്പെടുന്നത്. ഇതൊന്നും പഠിച്ചതുമല്ല, അറിയത്തുമില്ല. പിന്നെ അങ്ങ് ദൈവകൃപയാ. സ്തോത്രം. അവൻ ദരിദ്രനെ ഒന്ന് ചേർന്ന് പറ, അതേലും ഒന്ന് പറയുമായിരിക്കുമല്ലയോ. അവൻ ദരിദ്രനെ പ്രഭുക്കന്മാരോട് ഇവിടെ കണ്ടില്ലേ ഈ പ്രഭുക്കന്മാരുടെ കൂടിരുത്തുക. ലോകപരമായിട്ട് വിദ്യാനിപുണന്മാരും കുടുംബശ്രേഷ്ഠതയുള്ളവരും കഴിവുള്ളവരും ഈ ഭാഷക്കൊക്കെ എന്നേക്കാളും ആരോഗ്യമുണ്ട്, നെടുമ്പുണ്ട്. പിന്നെ സ്തോത്രം. എന്നാൽ ഇവരുടെ കൂടെ എന്നെ ഇരുത്തുക. വന്നപ്പാണ്ട് പിടിച്ചിരുത്തി. എന്നാ കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാന്നരാർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാന്നരാർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, അരക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, മനുവേല വന്ദനം മണ്ണിലേഖന, മനുജാതിക്കായി വന്നത ഉന്നതാധിപ, മനുവേല വന്ദനം. ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഓ ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ കൃപ ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, നീ കൃപ കാട്ടി നായക ജീവനായക,
ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, 1 സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ, 2 സുവിശേഷം സമാധാനം തരുന്ന മാർഗമാ, 3 സുവിശേഷം നിന്നെ ഉയർത്തുന്ന മാർഗമാ. ഉയർത്തും. ഞാൻ 3 പോയിന്റ് ഇന്ന് പറയുന്നുള്ളൂ. ദൈവം അനുവദിച്ചാൽ ബാക്കി ഒരു 10-12 ഉണ്ട്, അത് നാളെ പറയാം. കാരണം ഇന്ന് എടുത്ത വാക്യത്തിലോട്ടൊന്ന് വരണമല്ലോ. ഇതിന്റെ ബാക്കി നാളെയും കൂടെ ചേർത്തായിരിക്കും, കുഴപ്പമില്ലല്ലോ. അത് മതി. അപ്പം സുവിശേഷം 1 നിന്നെ രക്ഷിക്കും, 2 സുവിശേഷം നിനക്ക് സമാധാനം തരും, 3 സുവിശേഷം നിന്നെ ഉയർത്തും. ബാക്കി ഇതിനോട് ബന്ധപ്പെട്ടത് ദൈവം അനുവദിച്ചാൽ നാളെ ഒരേ ചോദിച്ചാൽ മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണമല്ലോ. നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 10:4 വായിച്ചത്. ദൈവത്തിന് മഹത്വം. ഓർപ്പിച്ചല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മഹിമയും മഹത്വവും വെളിപ്പെടുത്തുക. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി അവിടുന്ന് പരിലസിക്കുക. 2-ാം അധ്യായത്തിൽ അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. അത് നിക്കോദോമോസിനോടാ പറയുന്നത്. പുള്ളി വലിയ മിടുക്കനായിരുന്നു, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നിക്കോദോമോസ് പുള്ളിയെ പറ്റി കേൾക്കുന്ന 1 പുള്ളി 3-ാം അധ്യായത്തിന്റെ 1 വായിച്ച് ദൈവദാസനെ 3-ാം അധ്യായത്തിന്റെ 1 നമുക്കറിവുള്ള വാക്യമായി എന്നാലും ഒന്ന് വായിച്ചു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, അപ്പൊ ശ്രദ്ധിക്കുക, 1-2 കാര്യം പറഞ്ഞങ്ങ് പോകാം, എല്ലാം പറയാൻ നേരമില്ല. ഈ നിക്കോദോമോസിനോട് യേശു പറയുക, വീണ്ടും ജനിക്കണം. പുതുജനനം അത്യാവശ്യമാണ്. അപ്പൊ ആരായി വീണ്ടും ജനിക്കേണ്ടത്? ചില ആൾക്കാര് ധരിക്കുന്നത് വേറെ ആൾക്കാരല്ല, എല്ലാവരും വീണ്ടും ജനിക്കണം. 1 ഇദ്ദേഹം പ്രമാണിയാ. അപ്പൊ പ്രമാണിമാര് വീണ്ടും ജനിക്കണം. ഞാൻ പൊടിയാട്ടുപിളയിലെ വലിയ പ്രമാണിയാന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, നീ വീണ്ടും ജനിക്കണം. സ്തോത്രം. എല്ലാവരും വീണ്ടും ഞാൻ വിവരിക്കുന്നില്ല, സമയത്തായി പോയപ്പോൾ നാളെ പറയാൻ ഒക്കുന്നെങ്കിൽ നാളെ 2 മണിക്കൂർ തരണം. ഇന്നിപ്പോൾ ഞാനെല്ലാം അങ്ങ് വെട്ടിച്ചുരുക്കുക. ഈ സമയം കൂടുതൽ വയ്ക്കുന്ന ഇടയ്ക്കിടയ്ക്ക് 2 ശീല് പാടുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഇത്രയും വേണ്ട, കാരണം അവർ അത് പൂർണ്ണമായിട്ട് അങ്ങ് പറയും. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നിന്ന് പഴയ്ക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്, 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം, 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നടക്കുമെന്ന ജീവന്റെ അപ്പമാകിയ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം, 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം, 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. ഓരോ അധ്യായത്തിൽ അവിടുത്തെ മഹിമയും ശ്രദ്ധയും വൈശിഷ്ട്യവും വെളിപ്പെടുത്തി. നമ്മൾ 10:4 വായിച്ചത്. ആ 4-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുക, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയി. തനിക്കുള്ളവയൊക്കെയും പുറത്ത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ആവശ്യമുള്ളതിന് എല്ലാം ദൈവം പുറത്തിറക്കും. 1-2 കാര്യങ്ങൾ വിശദീകരിക്കാതെ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് ഇന്ന് നിർത്താം. അതിനെ ഇന്ന് സമയം അനുവദിക്കുന്നുള്ളൂ. എന്നാലും ഇത്രയും സമയം തന്നതിന് നന്ദിയുണ്ട് കേട്ടോ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ആവശ്യമുള്ളതിന് എല്ലാം സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ചില കാര്യങ്ങളൊന്നും ചിന്തിച്ചേച്ച് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം വായിച്ചു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. യോശുവ 6:23 പെട്ടെന്ന് വായിച്ചു ദൈവദാസൻ. അങ്ങനെ ഒറ്റുകാരായ യവനക്കാർ ചെന്നു രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. മതി. തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം. പശ്ചാത്തല ഭാഗം നമുക്കറിയാം. ഇസ്രായേൽ യാത്ര ചെയ്ത് മുൻപോട്ട് വരികയാ, കനാനെ ലക്ഷ്യമാക്കി. വരുന്ന യാത്രയിൽ ഇതിനിടയ്ക്ക് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ ഏകദേശം പാളയം അടിച്ചു വരിങ്ങനെ മുൻപോട്ട് വരികയാ. അങ്ങനെ വന്നതിനിടയ്ക്ക് അഹരോൻ മരിച്ചു, മിറിയാം മരിച്ചു, മോശ മരിച്ചു. ദൈവമടക്കി മോശയുടെ കൈക്ക് വെള്ളമടിച്ച് യോശുവ നേതൃത്വ നിരയിൽ വന്നു. അതിനകത്തൊരു മർമ്മമുണ്ട്. സ്വത്ത് ഇത് മക്കത്തായം ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ അല്ല മക്കത്തായമാ. അപ്പം ചാകുമ്പോൾ മോനെ പിടിച്ച് ഓവർ ഹിയർ ആക്കുക. ഇല്ലെങ്കിൽ അപ്പം പോകുന്നതിന് മുന്നേ അതിനുള്ള കുരു കൊപ്പിച്ചേച്ച്
അല്ലെ സൂപ്രണ്ട് യാകുമ്പോൾ സൂപ്രണ്ടിന്റെ മോനെ എങ്ങനെയാലും അടുത്ത സൂപ്രണ്ട് ആക്കാനുള്ള സൂത്രമെല്ലാം പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ മോനെ എടാ ഇത് വിളിയുള്ളവൻ ചെയ്യണം, അല്ലാതെ മക്കൾക്ക് കൊടുക്കുന്നതല്ല. വിളിയുള്ളവൻ എന്നാ ചൂണ്ട് കൂർപ്പിച്ചിരിക്കുന്നു, ഉള്ള കാര്യമായി പറയാൻ. നാളെ വരികയില്ലേ? കൊടുക്കൈ ഇവിടുത്തെ മെമ്പറല്ലേ, ഇരിക്കവിടെ. ദൈവത്തിന് മഹത്വം. ഇത് മക്കളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കുന്നത് മാർഗമല്ല, ഇത് അഭിഷേകമുള്ളവൻ ചെയ്യണം. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ അടുക്കൽ വന്ന അബ്ശാലോം രാജത്വം ചോദിച്ചു, ദാവീദ് കൊടുത്തില്ല. വൈരാഗ്യം ഉണ്ടായിട്ടല്ല, അബ്ശാലോമിനെ ദാവീദ് സ്നേഹിക്കുക. അതുകൊണ്ടല്ലയോ യോവാബും ഇവരെല്ലാം കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഈ തന്നെ ധാരാളമായിട്ട് ഉപദ്രവിച്ച ആ മകനെ പറ്റി അപ്പന്റെ ഹൃദയം, എന്റെ മകനെ അബ്ശാലോം കുമാരനെ എന്നെ ഓർത്തവനോട് കനിവോട്, ഇതാണ് അപ്പന്റെ ഹൃദയം. എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം, അപ്പന്റെ ഹൃദയം അതാ. പക്ഷെ രാജത്വം ചോദിച്ചപ്പോൾ, സിംഹാസനം ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞത് അത് അഭിഷേകമുള്ളവനിരിക്കണം. 3 അഭിഷേകമല്ലയോ പ്രധാനപ്പെട്ട? രാജാഭിഷേകം, പുരോഗതി അഭിഷേകം, പ്രവാചക അഭിഷേകം. അബ്ശാലോമിന് അഭിഷേകമില്ല, പക്ഷെ കസേര വിട്ടണം. ഇപ്പോഴെല്ലാം കസേര മേടിക്കാൻ എങ്ങനെയാലും സൂത്രം, വോട്ട് പിടിക്കുകയും ചീട്ടുകിടുകയും സൂത്രം കൊടുക്കുകയും. ഇന്നാളൊരാൾ പറഞ്ഞ് കാശ് വീശു നിന്ന് എങ്ങനെയാലും ഒന്ന് കയറി പറ്റണം. ചെല്ലുപിന്നെ അള്ളി പിടിച്ചിരിക്കുക, ഉടുമ്പ് പിടിക്കുമ്പോൾ ഇവൻ പോകുകയല്ല. എത്രയോ വർഷമായിട്ട് ചിലത് ഇങ്ങനെ അള്ളി പിടിച്ച് എന്നാ നിങ്ങൾക്കല്ല. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പന്റെ ഹൃദയത്തിൽ പ്രിയമുണ്ട്. അപ്പന്റെ വിശേഷത കരുണയാണ്. അപ്പന്റെ മക്കളോട് കരുണയാണ്. പക്ഷെ കരുണ നോക്കിയാൽ ഇത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. കൊടുത്തില്ല. പക്ഷെ യോശുവയുടെ നേതൃത്വത്തിലാക്കി, വിവരിക്കുന്നില്ല. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് കനാനിലോട്ട് പോവുക. അങ്ങനെ വരുന്ന വേളയിൽ യോർദാൻ കടക്കുക. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിന്റെ പക്കത്ത് മുട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നെന്നുള്ളതാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിവരിക്കുക. അങ്ങനെ ഇവർ അക്കരെ കയറി ഇവർ നിമിത്തം എരികോമെല്ലാം അടച്ച് ഉറപ്പാക്കി ഭദ്രമാക്കി വച്ചിരിക്കുക. പക്ഷേ യോശുവ ഒറ്റുകാരി അയച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ആ ഒറ്റുകാരി ദേശം ഇങ്ങനെ വീക്ഷിച്ചു വന്നപ്പോൾ രാഘാവിന്റെ വീട്ടിൽ ചെന്നു. ദൈവത്തിന്റെ മഹത്വം. അവിടെ ഒരു പദമുണ്ട്, രാഘാവ് ഇവരെ കൈക്കൊണ്ടു. അല്ല, കൈക്കൊണ്ട്. ആ പദമാണ് എനിക്ക് കിട്ടണ്ടേ. രാഘാവ് ഇവരെ കൈക്കൊണ്ട്. 2 പദം 2 വാക്യത്തിലും കൈക്കൊണ്ടെന്ന. അത് ഒന്ന് വായിച്ചേ കർത്തൃദാസനെ. അത് യോശുവയുടെ പുസ്തകത്തിലില്ല. എബ്രായ ലേഖനം 11:31 യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23 ഒന്ന് വായിച്ചേ. 25-ാം വാക്യവും വായിച്ചേ. എബ്രായ ലേഖനം 11:31 ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഇനി യാക്കോബിന്റെ ലേഖനം 2:25 ചേർത്ത് വായിക്കണം. അവിടെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അവണ്ണൻ രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സുവിശേഷം ഇന്ന് രാത്രി നീ കൈക്കൊള്ളണം. ഒറ്റുകാരി വന്ന് പറഞ്ഞത് എന്നാന്നറിയാമോ? അവൻ ദേശം കൈയടക്കാൻ പോകുക. ദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുക. അതുകൊണ്ട് അവൻ സ്വത്രം സകല എണ്ണവും അവൻ നശിച്ചു പോകാതെ രക്ഷപ്പെടണം. അതിനൊരു മാർഗമുണ്ട്. ഒരു പെട്ടകവുമായിട്ടൊരു ജനം വരുന്നുണ്ട്. ആ പെട്ടകത്തെയും ജനത്തെയും അംഗീകരിക്കുകയും അവൻ ബഹുമാനിക്കുകയും ചെയ്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ട്. ഞാൻ വിസ്തരിക്കുന്നില്ല. ഈ രാഘാവിനെ പറ്റി പല പഠിപ്പീരുകളാ. ഈ സ്വഭാവം കുഴപ്പമില്ലെന്നും എന്താ ഹോട്ടൽ നടത്തുകയാണെന്നും മതിലിൻ്റെ മേളില് എരികോ മതിലിൻ്റെ ഹോട്ടലായിരുന്നെന്നും അത് 3 സ്റ്റാർ ആണെന്നോ 5 സ്റ്റാർ ആണെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം വേദപുസ്തകത്തിൽ എഴുതാത്തത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നിടത്തെല്ലാം വേശ്യ എന്നാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും ഒന്നും അറിയാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ വിവരദോഷമുണ്ട്. എന്തായാലും കൊള്ളാം. നാടൻ ഭാഷ പറഞ്ഞാൽ പരുവക്കേടാ. ഇവള് പരുവക്കേടുകാരിയാണെങ്കിലും ഈ ദൂതന്മാരറിയിച്ചത് ഇവള് കൈക്കൊണ്ടു. സ്തോത്രം.
അതുകൊണ്ട് എന്തോ സംഭവിച്ചു. നിങ്ങൾക്ക് വേറെ പുസ്തകം നന്നായിട്ട് അറിയാം, അതുകൊണ്ട് വിവരിക്കുന്നില്ല. അവര് ഒളിപ്പിച്ചു വെച്ചു. നാട്ടുകാര് ഇരികോക്കാര് വന്ന് അന്വേഷിച്ചും പറഞ്ഞുള്ള വേറെ വഴി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് പോകാൻ നേരത്ത് പറഞ്ഞു, അടയാളമായിട്ട് നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഒരു ചുമപ്പ് ചരട് സ്തോത്രം അക്കിളിവാതിൽ കൂടെ ഒന്നിട്ടേക്കണം. അത് രക്ഷയെ കാണിക്കുന്നതാ. ആ ചുവപ്പ് ചരട് കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി, കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ ഒരുവൻ കുരിശുമരം ചുമന്ന് വീണും വേച്ചും മറച്ചും മുൾക്കിരീടധാരിയായി മുതക് ഉടവയാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി രക്തം ഒഴുകപ്പെട്ടവനായി ആ ചുവപ്പ് ചരട് ഇന്ന് രാത്രി അത് രക്ഷയെ കാണിക്കുക. അവള് വിശ്വാസത്തോടെ കൈക്കൊണ്ട് ചുമപ്പ് ചരട് അവിടെ ഇട്ടു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. എരിയോ കോട്ടയെ പിടിച്ച് തകർക്കുവാൻ വന്ന സമയത്ത് ഇവളെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഇത് രക്ഷയെ കാണിക്കുന്നതാ. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുള്ളവരെ, പ്രിയമുള്ളവരെ, സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം, ആ ചുമപ്പ് ചരടിൽ വിശ്വസിക്കണം. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഇന്ന് രാത്രി സമയമാകുമ്പോൾ ന്യായപതിയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തിറക്കും. അത് രക്ഷയെ കാണിക്കുന്നതാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. അപ്പോൾ രാഘാവിനെയും കുടുംബത്തെയും ദൈവം സമയമായപ്പോൾ പുറത്തിറക്കി രക്ഷയെ കാണിക്കുന്നു. വിസ്തരിക്കുന്നില്ല, രക്ഷയെ കാണിക്കുന്നു. ഒരു വാക്യം വായിച്ച് ആ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിന്റെ 15 മുതലൊന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 8-ന്റെ 15 മുതലൊന്ന് വായിച്ചേ കർത്തൃദാസനെ. ദൈവം നോഹയോട് അരുളി ചെയ്തത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. പിന്നെ പറവകളും മൃഗങ്ങളും നിലത്തിൽ നിന്ന് ഇഴയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അടുത്ത വാക്യം കൂടെ വായിച്ചോ, 19 വരെ വായിക്കണം. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. പശ്ചാത്തല ഭാഗവും ചരിത്രമൊക്കെ ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. നോഹയെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി എന്ന് പറയുമ്പോൾ അതിന് മറുവശമുണ്ട്, അകത്ത് കയറി. എന്തിനാ അകത്ത് കയറിയത്? അറിയാമല്ലോ. അകത്ത് കയറിയതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ഒറ്റവാക്കി പറയാം, അകത്ത് കയറാൻ കാര്യം ആരാധന നന്നായിട്ടുണ്ട്, പക്ഷെ വേർപാടില്ല. ജീവന ക്രമീകരണം, ആരാധന നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ആരാധിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ കണ്ടിക്കുക 33 പോകുന്നത് ഇവിടെ ഈ ഭാഗത്തുണ്ട്. ആ ചെറിയ കണ്ടിക്കുക. ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു മകനുണ്ടായി, ഷേത്ത്. ഹാബേല് മരിച്ചു കഴിഞ്ഞ് പിന്നെ കയീൻ കിഴക്കോട്ടും പോയി. ആദാമും ഭാര്യയും കൂടെ ജീവിച്ചൊരു ചെറുക്കനുണ്ടായി, ഷേത്ത്. വായിച്ച് 4-ാം അധ്യായത്തിൽ 4-ന്റെ ഒടുവിൽ 5-ന്റെ നേരെ മുകളിൽ കിടപ്പുണ്ട്. ഇത് വേറെ ബൈബിളാ അല്ലയോ? ബൈബിൾ സൊസൈറ്റിയുടെയാണ്. എന്നാലും ഉണ്ടല്ലോ. ആദാം തന്റെ ഭാര്യയായ ഹവ്വയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു മകനുണ്ടായി, അവന്റെ പേര് ശേത്ത്. അടുത്ത വാക്യം, ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് ഏനോശ്. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഈ ആരാധന നടക്കുന്നുണ്ടെങ്കിലും ക്രമീകരണം ഒന്നുമില്ല. ആരാധനയുണ്ട്, പക്ഷെ ഒരു ക്രമമില്ല. 6-ന്റെ 1 വായിച്ചോ, അറിവുള്ള വാക്യമല്ലേ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ആരാധനയും തുടങ്ങി, ആൾക്കാർ പെരുകാനും തുടങ്ങി. അടുത്ത വാക്യം, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ടോ തങ്ങൾക്ക് ബോധിച്ചേവരെയും ബോധിച്ചതുപോലെ ജീവിക്കുന്നത്. ബോധിച്ച പോലെ. ഇപ്പൊ അങ്ങനെ ബോധിക്കുന്ന പോലെ സഭയിലും വരും. ബോധിക്കുന്നത് പോലല്ലേ ഇരിക്കുന്നത്. അതെ, ആർക്കും ആരെയും ഒന്നും പറയാനും ഒക്കത്തില്ല. എല്ലാരും ബോധിച്ച പോലെ. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ബോധിച്ച പോലെ നടന്നെന്ന. ഒന്ന് വായിച്ചോ, 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ
ബോധിച്ചതുപോലെ 17:6 ബോധിച്ചതുപോലെ എന്നാ. 21:25 വായിച്ച്. 21:25 ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ച പോലെ 17:6 ബോധിച്ചതുപോലെ 21 തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ന്യായാധിപന്മാർ 1:1 വായിച്ചേ. പെട്ടെന്ന് വായി. 1:1 വായി. ഇന്ന് വാക്യമായി ചൂപ്പാട് വരിക, നാളെ ഒരാളെ കൊണ്ട് ഇരുത്തണേ. 1:1 വായിച്ചു. ന്യായാധിപന്മാർ വായിച്ചു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കളിൽ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. തുടക്കത്തിൽ യഹോവയോട് ചോദിച്ച യാത്ര 17:6 ബോധിച്ച പോലായി. അത് 21 വന്നപ്പോ തനിക്ക് ബോധിച്ച പോലായി. ഇത് തന്നെ ഉൽപ്പത്തിയിലും ഓരോരുത്തൻ ബോധിക്കുമ്പോൾ സഹായത്തിന് വരിക, ബോധിച്ചതുപോലെ ഇരിക്കുക, ബോധിച്ച പോലെ കൈയടിക്കുക, ബോധിച്ചെങ്കിൽ പാടുക, ബോധിച്ചെങ്കിൽ തിരുമേശയായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇവൻ നിൽക്കുക ട്രാഫിക് പോലീസിന്. എല്ലാം ബോധിച്ച പോലല്ലേ. ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരിക, ഏതാ യോഗ്യമല്ലെന്ന് നമ്മൾ പറയുക. അയ്യോ ഇത് വേണേ ഇരുത്തിയാൽ മതിയെന്ന്. അങ്ങനെയുണ്ട്. എല്ലാം ബോധിച്ച പോലെ ആട്ടെ വിവരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജനം ഉൽപ്പത്തിയിലും ഓരോരുത്തരും ബോധിച്ച പോലെ. ബാക്കി ഭാഗം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. ആരാധന തുടങ്ങിയെന്നാ, ഭയങ്കര ആരാധന, വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇപ്പൊ അങ്ങനെ ഒത്തിരി ഉണ്ട്, ഭയങ്കരമാണ്. ഞാൻ എതിരല്ല കേട്ടോ. വർഷിപ്പ് കഴിഞ്ഞേച്ചുള്ള കാര്യവും ചിന്തിക്കണേ. പണ്ട് പ്രസാദ് ഭാഷ വർഷിപ്പ് നടത്തി, 2 എണ്ണത്തിനെ വിളിച്ച് വർഷിപ്പ് നടത്തി. കുറച്ച് സ്വോത്ര കാഴ്ചക്ക് വാടാൻ വന്നപ്പോൾ ഒരുത്തൻ തെങ്ങും തോട്ടത്തിൽ നിന്നു. അപ്പൊ പറഞ്ഞു, അച്ഛാ അവനാണ്. ആണ് പുള്ളി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് വെച്ചാൽ അവനുള്ള പൈസ കൊടുത്ത് നീ ഇതിലെ തന്നെ തെങ്ങും തോട്ടം വഴി പൊക്കോളാൻ പറഞ്ഞു. അവൻ ആത്മാവിന് പോക കൊടുക്കും. വേറൊരുത്തൻ വർഷിപ്പ് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതാണ്. അത് വേറൊരു വർഷിപ്പ്. ആട്ടെ ഞാനൊന്നും വിവരിക്കുന്നില്ല. നിർത്തുക. ദൈവത്തിന് മഹത്വം. ഓരോരുത്തരും ബോധിച്ച പോലെ, അങ്ങനെ ബോധിച്ച പോലെ ജീവിച്ചപ്പം ദൈവം തമ്പുരാൻ നോഗയ്ക്ക് കൃപ കൊടുത്തച്ച് നോഗയോട് പറഞ്ഞു, അവൻ ന്യായപതി അയക്കാൻ പോകുക. നീ അവൻ നെടുനീള നടന്ന് പ്രസംഗിച്ചോണം. ഒരു വെള്ളപ്പൊക്കം അയക്കാൻ പോകുക. ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൊരു പെട്ടകം ഇവിടെ പണിയുന്നുണ്ട്. ഒറ്റ വാതിൽ 3 തട്ട് പല കോഷ്ടങ്ങൾ. അവൻ ഇത് പ്രസംഗിക്കണം, രക്ഷപ്പെടാൻ ഇതിനകത്ത് കയറണം. നോഗ നന്നായിട്ട് പ്രസംഗിച്ചു. ഒരുത്തനും ഗുണമാകുന്നില്ല. ആൾക്കാരെല്ലാം പറഞ്ഞ അയാൾക്ക് വട്ടാന്ന്. എല്ലാവരും പറഞ്ഞ പുള്ളിക്ക് അത് സൈമൺ സാറ് കൊടുത്തിട്ടുണ്ട്. പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. പിള്ളേർ പറയാ വട്ടാന്ന്. ഈ തോമസ് കുട്ടി പാസ്റ്റൊക്കെ ഇങ്ങനെ പരസ്യവും നടത്തുമ്പോൾ എന്നോടൊരു വട്ടാന്ന് പുള്ളിക്ക്. എവിടെ പൊട്ടാ അത് എന്നേലും തെളിയും വട്ടാന്നോ ഇല്ലയോ എന്ന്. എന്നോട് ഗോപുര കുഞ്ഞോളച്ചമ്മ പറഞ്ഞു, ഇവർ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വരെ പരസ്യോത്തിന് പോവാ, മേരി ഗോപുര്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ കൊച്ചമ്മ എന്നോട് പറഞ്ഞതാ. ആദ്യം ഞാനിങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് പരസ്യോത്തിനാണ് പോകുന്നെന്ന് പറഞ്ഞു, സുവിശേഷം പറയാൻ. അപ്പോൾ ചോദിച്ചു, എൻ്റെ മാവി കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവരാ തമ്പേറടിക്കുന്നത്. അപ്പോൾ സമയത്ത് തമ്പേറടിക്കാൻ വന്നില്ല. അന്ന് കൊച്ചമ്മ സ്കൂളിലെ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അപ്പം മാവി പറഞ്ഞു, എടി കുഞ്ഞോളെ നിനക്ക് തമ്പേർ കോട്ടാവുമെന്ന്. അപ്പം കോവിൽ കുഞ്ഞോളച്ചൻ പറഞ്ഞു, ഞാൻ തമ്പേർ കോട്ടാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ. തൃശ്ശൂർ നെല്ലിക്കുന്നത്തിൽ നിന്ന് തമ്പേർ കൊട്ടി കുന്നംകുളം വരെ പോയി പരിശോധന നടത്തി. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു അതെന്നെ അങ്ങനെ പ്രേരിപ്പിച്ചതോ? അയ്യോ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവനെ തന്ന് എനിക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നപ്പോൾ പിന്നെ എനിക്കിത് തമ്പേറടിക്കുന്നത് വലിയ മോശമായിട്ട് തോന്നുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് പാട്ടാ കൊച്ചമ്മ പാടിയത്? അതാ. അപ്പോൾ എന്നോട് പറയാം, ഞാൻ ഈ വരിയാ പാടിയത്. ബേഥലേംപുരി മുതൽ കാൽവറി കുരിശോളം, ബേഥലേംപുരി മുതൽ കാൽവറി കുരിശോളം, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ, വേദനപ്പെട്ടു മമ വേദനയകറ്റിയ ശ്രീയേശുനാഥ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്ന് തേടിത്തരയിൽ വന്ന ശ്രീയേശുനാഥ. ഇന്ന് രാത്രിയിൽ അവൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ആൾക്കാർ നമ്മളെ പരിഹസിക്കും, ആക്ഷേപിക്കും. നാട്ടുകാരെല്ലാം പറഞ്ഞെന്നാ പറഞ്ഞത്, പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു.
നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമ്പോൾ നീ പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. ഉറങ്ങാത്തതിൻ്റെ ആണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറവറ പറയുന്നത് മാറും. കണ്ടമർത്തിയതോടല്ല മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വെണ്ടുള്ളൊരാൾ ഉണ്ടാമോ ജലപ്ലാവം മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാവണ്ടി വല്ലതും ഉണ്ടാകും വേണ്ടാതിനി. ആൾക്കാരൊക്കെ പരിഹരിച്ചു. പക്ഷേ ഹാസ്യമാൻ ചരൽക്കല്ല് വാരി എറിയുമ്പോഴും നോഹയ്ക്ക് യാതൊരു സങ്കോചവുമില്ല. ദൈവമായത് പറഞ്ഞു. എന്തിനേറെ അധികം വിവരിക്കുന്നില്ല, അറിയാമല്ലോ. നോഹ പ്രസംഗിച്ചു എല്ലാവരും ഒന്നും ഇതിനകത്ത് കയറിയില്ലെങ്കിൽ തൻ്റെ കുടുംബം ഇതിനകത്ത് കയറി. നോഹയും നോഹയുടെ ഭാര്യയും പിന്നെ 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും എല്ലാം ഇതിനകത്ത് കയറി. ദൈവത്തിൻ്റെ മകത്ത് അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: നോഹിൻ്റെ തനയരാം യാവേത്തും ഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. നോഹിൻ്റെ പത്നിയും 8 പേര് ഇതിനകത്ത് കയറി. ദൈവം വാതിലടച്ചു. പിന്നെ ഇഴജാതിയും മൃഗജാതിയും പറവജാതിയൊക്കെ കയറി. വിസ്തരിക്കാനും ചൊല്ലാനും നേരമില്ലാത്തത് കൊണ്ടാണ് തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി, നത്തോട്ട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഇതെല്ലാം ഇതിനകത്ത് കയറി. ദൈവം വന്ന് വാതിലടച്ചു. സകല ആൾക്കാരും ഓർത്തത് ഇതോടെ തീർന്നെന്നാ. പക്ഷേ ആമൻ പരിഹസിച്ചവരും ആമൻ ആക്ഷേപിച്ചവരും എല്ലാം വെള്ളം കുടിച്ച് ചത്ത് ആമൻ ചങ്ങാടം പോലെ ഒഴുകി നടക്കുക. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ചമ്മന്തിക്ക് പോലും ഒരുത്തനെ ഇട്ടില്ലെന്നാ. ചമ്മന്തി അരയ്ക്കാൻ പോലും ഒരുത്തനെ കിട്ടിയില്ല. സകല എണ്ണത്തിനെയും തീർത്തു. പക്ഷേ ആമൻ തീർന്നെന്ന് പലരും വിചാരിച്ചപ്പോൾ, ആമൻ സമയമായപ്പോൾ ദൈവം ഇതിൻ്റെ വാതിൽ തുറന്ന് ഇവരെ പുറത്തിറക്കി. ഈ പെട്ടകത്തിനകത്ത് കയറിയതും ഈ വെള്ളപ്പരപ്പിക്കൂടെ ഒഴുകി നടന്നത് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ഇത് സ്നാനത്തെ കാണിക്കുക. അതാണല്ലോ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 20. ഒന്ന് വായിച്ചു, അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. ദൈവത്തിന് മഹത്വം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നമ്മുടെ സുവിശേഷ യോഗമല്ലേ, ഓർഡറിൽ അങ്ങോട്ട് മെസ്സേജ് പോട്ടതിന് കുഴപ്പമില്ലല്ലോ. ദൈവത്തിന് മഹത്വം. രാഗാവ് ചുമപ്പ് ചരടിട്ട് രക്ഷപ്പെട്ടത് രക്ഷയെ കാണിക്കുന്നു. ഇവിടെ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയത് അതിനെ കാണിക്കുന്നു. വായിര് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അടുത്ത ഫലം അത് സ്നാനത്തിനൊരു മുൻകുറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, തനിക്ക് പ്രിയമുള്ളവരെ അവൻ പുറത്തിറക്കും. എന്തിന്? 1 രക്ഷാനിർണയം പ്രാപിക്കുവാൻ, 2 സ്നാനപ്പെടുവാൻ. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. യേശു മാതൃക കാണിച്ചു തന്നു. അപ്പോസ്തലന്മാരെല്ലാം ഉപദേശം ഉറപ്പിച്ചിരിക്കുക. ഇന്ന് രാത്രി ഈ സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ ആലോചനയാ, ദൈവത്തിന്റെ അരുളപ്പാടാ. യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ ഇന്ന് രാത്രി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ തനിക്ക് പ്രിയമുള്ളവരെ പുറത്തിറക്കും. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇത് സ്നാനത്തിനൊരു മുൻകുറിയാ. ഓടിച്ചു നിർത്തുക. ആമൻ തനിക്ക് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവരുന്നത്. ഒരു വാക്യം വായിച്ചു. അപ്പൊ രാഘാവിനെ കുടുംബത്തെയും പുറത്തിറക്കി രക്ഷയെ കാണിക്കുന്നതാ. നോഹയും കുടുംബത്തെയും പുറത്തിറക്കി, അത് സ്നാനത്തെ കാണിക്കുന്നതാ. 3 ഓർഡറിൽ പോട്ടെ. എസ്രായുടെ പുസ്തകം 1:7 വായിച്ചു. അറിവുള്ള വാക്യം 1 വായിച്ചു. എസ്രാ 1:7. പെട്ടെന്ന് നിർത്തുക. ഇന്നലെ 9:30 വരെ പോയെന്നാ എന്നോട് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എടുക്കാമെന്നാ പറഞ്ഞാൽ ഇത്ര എടുക്കുന്നില്ല. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് ഉപകരണങ്ങളും പുറത്തിറക്കി. ദൈവത്തിന് മഹത്വം. വിസ്തരിക്കുന്നില്ല, പോകാനുള്ള കാര്യമുണ്ട്. എന്തിനായി ഇവർ പോയത്, ആരാ കൊണ്ടുപോയത്, ആരെയൊക്കെ കൊണ്ടുപോയി, ഇതെല്ലാം പുസ്തകത്തിൽ വാക്യമാ. പോകാൻ കാര്യം, പല കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം ശബത്തിനെ അശുദ്ധമാക്കി. ദൈവത്തിന് മഹത്വം. ദൈവ പ്രമാണം ലംഘിച്ച് നടക്കുക. ഇവര് പ്രമാണത്തിൽ നിൽക്കുന്നില്ല. ജാതികളുടെ മര്യാദകളൊക്കെ കാണുകയും പഠിക്കുകയും അതിനകത്ത് കൊണ്ടുവന്ന ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ യെരമ്യാവ് മുഖാന്തരം യിരെമ്യാ പ്രവചനം 25:12, 29:11, 12, 2 നിവൃത്താന്തം 36:21, ദാനിയേൽ പ്രവചനം 9:2 ചേർത്ത് പഠിക്കുമ്പോൾ 70 കൊല്ലം ഇവർ അടിമകളായി പോകും. അങ്ങനെ ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ 1 പാടാൻ 137-ാം സങ്കീർത്തനത്തിൽ ഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കബാർ നദിയുടെ തീരത്തൊക്കെ ഇരിക്കുക. ഭാഗമൊന്നും വിവരിക്കുന്നില്ല, അറിയാം. എന്നാൽ ദൈവത്തിന് മഹത്വം.
നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിക്കാമെന്ന് അവൻ എല്ലാവരെയും ഒന്നും കൊണ്ടുപോയില്ല. അവനും സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. 24:14 വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24:14 വായിച്ചു. അറിവുള്ള വാക്യമായി എങ്കിലും ഒന്ന് വായിച്ചു. എല്ലാവരെയും കൊണ്ടുപോയില്ലല്ലോ. 24:14 പെട്ടെന്നൊന്ന് വായിച്ചു. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആചാര്യമാരെയും കൊല്ലന്മാരെ അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അപ്പൊ എല്ലാവരെയും ഒന്നും കൊണ്ടുപോയില്ല. നെബൂഖദ്നേസറേ, പിശാചിനാണെങ്കിലും എല്ലാവരെയും ഒന്നും വേണ്ട. പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. കൈയടിക്കല, പാടുകയില്ല, പ്രാർത്ഥിക്കല, സ്വോത്രം പറയുക, എന്നാ സ്വോത്ര കാഴ്ച ഇടുവോ? അതുമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട, ഒന്നും ചെയ്യേ. പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാർ. പിശാചിനോട് പറയാം അവനെ കൊണ്ടുപോകും, എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അല്ല, പിശാചിന് എല്ലാവരോടും പോരാട്ടമില്ലല്ലോ, ഉണ്ടോ? ഓ, നമുക്ക് വചനം അറിയാവില്ല. നിങ്ങൾക്ക് ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്മിലേക്ക് പോവുക. എന്തിനു പോവുക? ഞാൻ എന്തിനു പോവും? ഒരു തൊഴിലില്ലാതെ അപ്പനും അമ്മയും ശിംശോനും കൂടെ പോവുകയാണ് തിമ്മിലേക്ക്. അല്ലേ? ഉറക്കെ പറഞ്ഞോ? ശരിയാ? പുള്ളിക്ക് അങ്ങ് സംശയമാണ്. പെണ്ണ് കാണാൻ പോവാ, പെണ്ണ് കാണാൻ. ഇപ്പൊ അങ്ങനെയൊന്നും പോകുകയില്ല, തന്നെ കാണുക, അവൻ തന്നെ എല്ലാം തീരുമാനിക്കും. അവൻ വന്ന് അപ്പനോട് പറയാം, പാപ്പ മാർച്ച് 12 കല്യാണ സമയമുണ്ട് വന്നു. അയ്യോ, എന്തോ ഒരു അക്രമം. അല്ല, അങ്ങനെ പിള്ളേർ ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ല പിള്ളേരാ, അവർ ചോദിക്കുന്നുണ്ടല്ലോ സമയം കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്മിലേക്ക് പോവുക. എന്തിനു പോവാ? പെണ്ണ് കാണാൻ പോവുക. നമുക്കറിയാം, അങ്ങനെ പെണ്ണ് കാണാൻ അങ്ങോട്ട് പോയി തിമ്മിനിക്കരികെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ സമീപേ കൂടെ പോയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ, അപ്പനും അമ്മയും കൂടെ ഉണ്ട്, അവർക്ക് നേരെ വന്നില്ല, വന്നത് ശിംശോന്റെ നേരെയാ. അതിന് പ്രധാനപ്പെട്ട കാര്യം ന്യായമായി ചിന്തിച്ചാൽ ഇവൻ യൗവനക്കാരനാ. രക്തത്തിന് തിളപ്പുള്ള, ചൂടുള്ള, ഉശിരുള്ള, ഉന്മേഷമുള്ള രക്ത പ്രവാഹമൊക്കെ നന്നായിട്ട് നല്ല പവറില്ല. ബ്ലഡ് സർക്കുലേഷൻ, ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ? ബ്ലഡ് സർക്കുലേഷൻ തെറ്റിയോന്ന് കൊടുകൈ ദൈവത്തിന് മകത്ത്. എന്നാ ഒരു ഊറിയേച്ചി, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നല്ല പവറാ, യൗവനക്കാരനല്ലേ. ചാടി ഒരു പിടിപിടിച്ച് കടിച്ചാൽ ചോര ചീറ്റും. അപ്പൻ്റെ അമ്മയുടെ നേർക്ക് വന്നത് കടിച്ചാലും കുടഞ്ഞാലും ഒന്നും. ഓ, ജിംകം പിടിച്ച് കുടഞ്ഞാൽ പോലും ബ്ലഡ്. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ പനിക്കും. പക്ഷെ ശിംശോൻ അങ്ങനല്ല, നല്ല പവറാ. അതിലുപരി വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇവന്റെ നേരെ വരാൻ കാര്യം, ഇവൻ യഹോവയ്ക്ക് നേസീവ്രതസ്ഥനാ. മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്, പച്ചയായിട്ട് ഉണങ്ങിയതായിട്ട് ഒന്നു പൊക്കത്തിലെ മുന്തിരിയുടെ ഒരു രസവും പാടില്ല, ശവത്തെ ചെന്ന് തുടരുത്, ജട കത്തിരിക്കരുത്, അപ്പനോ അമ്മയോ സഹോദരനോ ആര് മരിച്ചാൽ അടുത്ത് ചെന്ന് തൊട്ട് അശുദ്ധനാക്കരുത്. ഓ, നാസീവ്രതം ഇവന്റെ ശിരസിലിരിക്കുക. വ്രതന്മാരോടാ പ്രശ്നം, എല്ലാവരോടും പോരാടുകയല്ല, എല്ലാവർക്കും പ്രശ്നമില്ല. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ഒന്നും സെലക്ട് ചെയ്താ കൊണ്ടുപോകുന്നത്. എല്ലാ യെരൂശലേമിനെയും വായിച്ച് 24:14 സ്തോത്രം. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിത സയോൻ. സിംഹപ്രതാപിയ ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിത സയോൻ. BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5ാം രാജിതം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാമേ. തുഞ്ചില്ലാത്ത കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചില്ലാത്ത കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. 5ാം രാജിതം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാമേ. മൂർത്തിതൻ പൊൻചിത സയോൻ. BC 606
സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തുന്ന അഞ്ചാം രാജീതം ഉണ്ടാവേ. പരമഞ്ചാം രാജീതം ഉണ്ടാവേ. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിൽ ആനന്ദം വളർത്തും. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിൽ ആനന്ദം വളർത്തും. അഞ്ചാം രാജീതം ഉണ്ടാവേ. പരമഞ്ചാം രാജീതം ഉണ്ടാവേ. അപ്പൊ ശ്രദ്ധിക്കുക, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപനാകുന്ന നെബൂഖദ്നേസർ യെരൂശലേം നിരോധിച്ച് ദൈവാലയം വക സകല ഉപകരണങ്ങളും ഇവൻ, എന്റെ ഭാഷ, അടിച്ചു മാറ്റി ഇവന്റെ രാജ്യത്തെ ക്ഷേത്രത്തിൽ അവൻ സിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അടച്ച് മുദ്രയിട്ട് വെച്ചിരിക്കുക. ഇവനും ഇവന്റെ സാമ്രാജ്യത്തിലുള്ളവരും സകല ആൾക്കാരും ചിന്തിച്ചത് ഇനി ഈ പാത്രം വെട്ടം കാണത്തില്ല. ഈ ഒരു ഏതാണ്ട് 5000-ൽ ചിട്ടം പാത്രങ്ങളുണ്ടെന്ന് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ മുമ്പേ വായിച്ച വാക്യത്തിന്റെ താഴെ 5000 ശിഷ്ടമുണ്ടെന്ന് കണക്കുണ്ട്. 5000 ശിഷ്ടം മൊത്തം കണക്ക് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ട് കണ്ടില്ലേ? 5000 ശിഷ്ടം മൊത്തം കണ്ടില്ലേ? പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. അത്ര കൃത്യമായിട്ടാ. നെഹമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകവും എടുത്ത് പഠിച്ച ഓരോന്നിന് ലിസ്റ്റ് ഇട്ടു, എല്ലാം കുറിച്ചു. അപ്പൊ ഇവിടെ എത്ര എന്ത് വേണ്ട? 5400 വിശുദ്ധ പാത്രം. ഈ 5400 പാത്രം ദൈവാലയം വക ഉപകരണങ്ങളും പാത്രങ്ങളുമാ. ഇത് മുഴുവൻ ഇവൻ പിടിച്ചെടുത്ത് അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അകത്ത് കയറ്റി മുദ്രകിട്ടിട്ട് ഇവൻ ചിന്തിച്ചു ഇനി ഇത് വെട്ടം കാണുകയില്ല. പക്ഷേ സമയമായപ്പോൾ സകല പാത്രങ്ങളും ദൈവം പുറത്തിറക്കി. ചരിത്രത്തിലോട്ട് പോകുന്നില്ല. യെശയ്യാ പ്രവചനം 45-44 ഒടുവും ദാനിയേൽ പ്രവചനം 5-ാം അധ്യായമൊക്കെ അറിയാമല്ലോ. അവൻ പഠിക്കുമ്പോൾ ഭിത്തിമേൽ എടുത്തു വന്നു. അവൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. അവൻ ശത്രു സൈന്യം എരച്ചു കയറി പാകവൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവന് വേണ്ടി താമ്രവാതിലുകളും കരകുകളും ദൈവം തുറന്നു. കോരാശിനെ അവൻ നേതൃത്വത്തിൽ കയറി അവൻ രാഷ്ട്രത്തെ പിടിച്ചടക്കി. അന്ന് രാത്രി ബേൽഷസർ കൊല്ലപ്പെട്ടു. അവൻ സാമ്രാജ്യത്തിന്റെ അവനെ അടിച്ചില്ല ദൈവമിളക്കി. കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദൈവാലയം സകല പാത്രങ്ങൾ എണ്ണത്തിനകത്ത് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ സമയമായപ്പോൾ ദൈവം പുറത്തിറക്കി. നിന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുകയല്ല. വിശ്വസിക്ക്, ദേശത്തുള്ള ഒരെണ്ണം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ചർച്ചയിൽപ്പെട്ട ഒരെണ്ണം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സമയമാകുമ്പോൾ ദൈവം അതിനെ പുറത്തിറക്കും. നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസമാർഗത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി വിശ്വസിച്ച് നീ പ്രാർത്ഥിക്ക്. ദൈവാലയ പാത്രങ്ങള് ഇന്ന് രാത്രി ദൈവം പുറത്തിറക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവം അതിനെ പുറത്തിറക്കുന്ന രാത്രി. ഇന്ന് രാത്രി ദൈവം അതിനെ പുറത്തിറക്കാൻ പോകുകയാ. ദൈവത്തിന് മഹത്വം. ഇത് ദൈവാലയത്തിൽ ആരാധനയ്ക്കുള്ള പാത്രമാ. ഇത് ആരാധനയ്ക്കും ആത്മിക ശുശ്രൂഷകൾക്കുള്ള പാത്രമാ. തനിക്കുള്ളവ പുറത്തിറക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വം. ദൈവം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. രാഗാവിനെയും കുടുംബത്തെയും പുറത്തിറക്കി രക്ഷ. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി സ്നാനം. ദൈവാലയ മുഴുവൻ പാത്രങ്ങൾ 5400 പുറത്തിറക്കി. ഇത് ആരാധന. ഈ പാത്രങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കാനുള്ളതാ. ഇന്ന് രാത്രി ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? പ്രമേയത്തിൽ നിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഒരു വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്തുക. അപ്പം ഒരു കണക്കായിക്കോട്ടെ, വായിച്ച് ഒത്തിരി പറയാനുണ്ട്. ഇങ്ങനെ അങ്ങ് നിർത്തുക. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-17 ഒന്ന് വായിച്ചു. അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. ഉൽപ്പത്തി 19-ന്റെ 16-17. പെട്ടെന്ന് അറിവുള്ള വാക്യം എങ്കിലും വായിച്ചു. സ്തോത്രം. അവൻ താമസിച്ചപ്പോൾ ഇയാളും പെമ്പളെല്ലാം താമസിക്കുക. പിന്നെയും ചവിട്ടി നിൽക്കുക.
യഹോവ അവനോട് കരുണ ചെയ്യുകയാണ്. അവനോട് കരുണ ചെയ്യുകയാണ്. ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം. ഇയാള് പിന്നെ താമസിക്കുക ആരാ? മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും 2 പിള്ളേരുടെ എനിക്ക് പേരറിയാം. പുള്ളി ഈ പട്ടണവാതിക്കൽ ഇരിക്കുക. അങ്ങനെയാണെന്നില്ല 19:1 അല്ലയോ? 19:1 പെട്ടെന്ന് വായിച്ചു. മടക്കി വെക്കുമായിരുന്നു. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സൊദോമിലെത്തി. ലോത്ത് സൊദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അതിഥി ജനഹേളനം ചെയ്യുവാനൊരുമ്പട്ട ചതികരമരാഗ്രരിൻ സാധുവാം ശിക്ഷയിൽ അതിഥികളെ ഹേളനം ചെയ്യാൻ പോവുക. അപ്പൊ ഈ പട്ടണവാതിക്കൽ ലോത്ത് ഇങ്ങനെ പട്ടണവാതിക്കലിരിക്കുക. അബ്രഹാം കൂടാരവാതിക്കൽ 18:1 അറിവുള്ള വാക്യമാണ്, എങ്കിലും വായിച്ചോ. 18:1 അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ. ഒരാള് പട്ടണവാതിക്കലും ഒരാള് കൂടാരവാതിക്കലും ഒന്നിച്ചിറങ്ങിയതാ. പക്ഷെ ഇരിപ്പ് 2 സ്ഥലത്ത് വിസ്തരിക്കുന്നില്ല. ലോത്ത് പട്ടണവാതിക്കൽ നിന്ന് എന്തുകൊടുക്കുകയായിരുന്നു അമ്മേ? അമ്മയാണ്ട് ഊറിച്ചിരിക്കുന്നു. ലോത്ത് പട്ടണവാതിക്കൽ നിന്ന് എന്തുകൊടുക്കുകയായിരുന്നെന്ന്? പക്ഷെ അതൊന്നും പൊതുവിലൊന്നും പൊതുവിൽ പറയാം. പിന്നെ പുസ്തകത്തിലുണ്ടല്ലോ. എന്നമ്മേ എന്തു കൊടുക്കുക? ലോത്ത് പട്ടണവാതിക്കൽ നിന്ന് എന്തു കൊടുക്കുകയായിരുന്നെന്ന്? എന്നമ്മേ ഒരു വാക്യം വായിച്ചു. പുള്ളി എന്നെ എടുക്കുകയായിരുന്നെന്ന്. പത്രോസിന്റെ 2-ാം ലേഖനം, ഉൽപ്പത്തിയിലൊന്നുമില്ല. പത്രോസിന്റെ 2-ാം ലേഖനം 2:16 മുതൽ വായിച്ചു. (2:6 മുതൽ) സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച ഉന്മൂലനാശത്തെ ന്യായം വിധിച്ച മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അവരുടെ അധർമ്മ പ്രവർത്തികൾ കണ്ടും കേട്ടും. ഇതൊക്കെ ആ പുള്ളിയുടെ തോടില്. പുള്ളി പാപം ചെയ്യുന്നില്ല, പക്ഷെ ഇതെല്ലാം അയ്യോ മുതിരാതവരായിരുന്നു കാണുന്നത്. കണ്ട് അവസാനം ഇത് നെഞ്ചത്ത് കിടന്നാ ഉറങ്ങുന്നു. വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, കണ്ണ് തെളിച്ചാ ഉടനെ തപ്പുക. തലയിണയുടെ കീഴിലാണോ കട്ടില് ഇങ്ങനെ കണ്ടിട്ടില്ലേ തപ്പുക. ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെ തപ്പുന്നല്ല, ഞാൻ രാവിലെ നിനക്കായി. അവള് രാവിലെ കിടന്ന് തപ്പുക. എന്ത് ചെയ്യും? പെമ്പിളോടേക്ക് എന്ത് ചെയ്യടി എൻ്റെ മോൻ? അവളും തപ്പുക. അപ്പറ ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞു കിടന്ന് കാണുന്നു, ഇന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞു കിടന്നു. ആണ്ടിരുന്ന് കുത്തിയിരുന്ന് ഇരിക്കുന്നത് നിങ്ങൾ കണ്ട കാര്യ പറഞ്ഞു. പാഷ് ഇതങ്ങനെല്ലാം അറിഞ്ഞെന്ന്. ദൈവത്തിന് മഹത്വം. നേർതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ണുമായിട്ട് നിയമം ചെയ്യണേ, കാറ് തുളയ്ക്കണേ, നാവിന് നിയന്ത്രണം വേണേ. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മക്കൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ഇന്ന് രാത്രി അവൻ കണ്ണുമായിട്ട് നിയമം ചെയ്യണം, കാലുമായിട്ട് നിയമം ചെയ്യണം, ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യണം. ദൈവത്തിന് മകത്ത്. ലോത്ത് പട്ടണവാതിക്ക് ആ ദൂതന്മാർ വന്ന് അറിയാമല്ലോ, വൈകുന്നേരത്ത് വന്നതാ. പുള്ളി പോകാതെ നിന്ന് ഉഷസുതിക്കുമ്പോഴും പോകുന്നില്ല. ഒടുവിൽ പിടിച്ചിറക്കി, വിവരിക്കുന്നില്ല, കൈക്ക് പിടിച്ചിറക്കി ഇവനെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്ന്. ഇതെന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ വേർപാടിനെ കാണിക്കുന്നതാണ്.
വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. ഇത് വേർപാടിനെ കാണിക്കുക. ഇന്ന് രാത്രി തനിക്കുള്ളവയെ ദൈവം പുറത്തിറക്കും. എന്ത്? ഒന്ന്, രക്ഷാനിർണയം പ്രാപിക്കുവാൻ രാഘവനെയും കുടുംബത്തെയും പുറത്തിറക്കി. ആമേൻ. സ്നാനപ്പെടേണ്ടതിനായി നോഹയെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി. ദൈവത്തിന് മഹത്വം. ദൈവാലയം പാത്രങ്ങൾ സമയമായപ്പോൾ പുറത്തിറക്കി. അല്ല, ആരാധനയെ കാണിക്കുന്നു. ഇവിടെ ലോത്തിനെയും കുടുംബത്തെ പുറത്തിറക്കി. ഇത് വേർപാടിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനപ്പെട്ട് അവൻ അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുങ്ങാം. തനിക്കുള്ളവയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവം. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്വോത്രം ചെയ്യ്, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ദൈവത്തിന് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യട്ടെ. തനിക്കുള്ളവയെ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം.